ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കാം. പാൻ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഓയിൽ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഉഴുന്ന് പരിപ്പാണ്. അതും ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 വറ്റൽമുളക്, പിന്നെ വേണ്ടത് കുറച്ച് കാഷ്നട്ട്, പിന്നെ ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തത്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഓയിൽ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചൊന്ന് ഇതുപോലെ കളർ ചേഞ്ച് ആവണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ ഇവിടെ ഞാൻ വലിയ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ് കേട്ടോ. അപ്പോൾ ചെറിയുള്ളി ആകുമ്പോൾ നമുക്കിതിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഒരു 6 ചെറിയുള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ഞാൻ ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ചിട്ട് ഒരു 5 മിനിറ്റ്. അപ്പോൾ ഇവിടെ ഇതാ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാരറ്റും അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ ഹാഫ് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 250 ml കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് 1 കപ്പ് റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് റോസ്റ്റഡ് റവ തന്നെയാണ്, എന്നാലും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ 1 കപ്പ് റവക്ക് 1.5 കപ്പ് നല്ല തിളച്ച വെള്ളമായിരിക്കണം കേട്ടോ, അതാണ് അളവ് കേട്ടോ. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് ടൈമിൻ്റെ ആവശ്യമില്ല, നല്ല ചൂടുള്ള വെള്ളമായതുകൊണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് കുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ടൈമിന് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇത് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഒരു പാൻ ചൂടാക്കുക. പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ കോക്കനട്ട് ഓയിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗീയും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഗീ ആഡ് ചെയ്യൽ ഓപ്ഷനലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഗീ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് ഞാൻ കുറച്ചൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ നല്ലൊരു സ്മെല്ലൊക്കെ ആയിരിക്കും ഉണ്ടാവുക, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇനി ഇത് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ മുട്ടയും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു റവയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതാ റവയും മുട്ടയും കൊണ്ട് ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. പിന്നെ ഉപ്മാവ് കഴിക്കാത്ത മക്കളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെന്തായാലും കഴിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാനിതൊരു സർവിംഗ് ഡിഷിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്